വേലൂർ അംഗനവാടിയുടെ അപകടാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ബി.ജെ.പി. പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. റോഡരികിൽ പ്രവർത്തിക്കുന്ന അംഗനവാടിയുടെ ചുറ്റുമതിലിന് ഗേറ്റ് ഇല്ലാത്തതടക്കമുള്ള അപാകതകൾ ചൂണ്ടിക്കാട്ടിയാണ് ബി.ജെ.പി. പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചത്. കോമ്പൗണ്ടിന്റെ സ്ലാബ് മതിൽ പല ഭാഗങ്ങളിലും പൊട്ടി വീഴാറായ അവസ്ഥയിലാണ്. അംഗനവാടി കെട്ടിടത്തോട് ചേർന്ന് നിൽക്കുന്ന കിണറിന്റെ സംരക്ഷണ ഭിത്തിയുടെ പ്ലാസ്റ്ററിംഗ് അടർന്നു വീണ് ഭിത്തിക്ക് വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ അംഗനവാടി കെട്ടിടത്തോട് ചേർന്ന് കുട്ടികളുടെ കളി ഉപകരണങ്ങളും ശുചിമുറി സ്ഥാപിച്ചിട്ടുള്ള സ്ഥലവും പുല്ലും ചെടികളും വളർന്ന് കാട് പിടിച്ചിരിക്കുന്നു. കോമ്പൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം കാലപ്പഴക്കത്താൽ മേൽക്കൂരയും ചുമരും തകർന്ന് ഏതു നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണെന്നും ബി.ജെ.പി. നേതാക്കൾ പറഞ്ഞു. കർഷക മോർച്ച നോർത്ത് ജില്ലാ പ്രസിഡന്റ് രാജേഷ് കുട്ടഞ്ചേരി ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. ബി.ജെ.പി. വേലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുനീഷ് മമ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം എ.ജി. രഞ്ജീവ്, എസ്.സി. മോർച്ച നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഭിലാഷ് തയ്യൂർ, ബി.ജെ.പി. പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സുരേഷ് തിരുത്തിയിൽ, മണ്ഡലം ജനറൽ സെക്രട്ടറി വിഷ്ണു അമ്പാടി, മഹിളാ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ജയ വിനോദ്, യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി യദുകൃഷ്ണൻ വേലൂർ, വി.പി. ഷാജി തുടങ്ങിയവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി. ഉപരോധ സമരം നടത്തിയ പ്രവർത്തകരെ പിന്നീട് എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ടി.സി.വി. ന്യൂസ്, എരുമപ്പെട്ടി.